പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ദൈവമക്കളെ സ്വാഗതം ചെയ്യാണ്. ജെനിസ് മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഞാനും നിങ്ങളൊക്കെ നോമ്പ് എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ 1-2 ദിവസങ്ങളായിട്ട് വ്യത്യസ്ത ചിന്തകൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുടുംബം, എൻ്റെ ഇടവക, എൻ്റെ രൂപത, എൻ്റെ സഭ, ഇതിൽ എത്രമാത്രം ഞാൻ ചേർന്നു പോകുന്നു എന്നുകുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ. എനിക്ക് ചിന്ത വന്നത് എന്നു വെച്ചെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു വചനം പറഞ്ഞായിരുന്നു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അത് ദരിദ്രരെ സുവിശേഷം അറിയിക്കാണ്, ബന്ധിതർക്ക് മോചനം കൊടുക്കാണ്. അപ്പൊ കർത്താവിൻ്റെ ആത്മാവ് എന്നിലുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് വേറൊരു ചിന്ത പറഞ്ഞെന്ന് വെച്ചെങ്കിൽ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തില് 31 മുതൽ തിരുവചനങ്ങൾ പറയുന്നുണ്ട്. അവസാനത്തെ വിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വിധിയെ കുറിച്ച് പറയുമ്പോൾ അത് കോലാടുകളും ചെമ്മരാടുകളും എടുക്കുന്നു. അതിൽ കോലാടുകളെ ഇടതുവശത്തും ചെമ്മരാടുകൾ വലതുവശത്തുമായി. അതിനുശേഷം 35 മുതൽ തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? അപ്പോൾ വലിയൊരു ക്വസ്റ്റ്യനാണ് അവിടെ ചോദ്യം വരുന്നത്. അതായത് അന്ത്യവിധി നടക്കുകയാണ്. അപ്പൊ നോമ്പൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു വചനം, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 തിരുവചനം ഒന്ന് ഓർക്കണം. കർത്താവ്, ഞാൻ ഈ നോമ്പാചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പരിസരവാസികളായി, എൻ്റെ ഇടവക ജനമായിട്ടുള്ള ഒരു ബന്ധം ഞാൻ എങ്ങനെ പോകുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു മകൻ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ശരിക്കും അതിനു വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. ആ മകൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എൻ്റെ പൊന്നു ചേട്ടാ, കാലം മാറി. ഇവർക്കെല്ലാം വിയർപ്പിൻ്റെ അസുഖമുണ്ട്. ഓരോ ഇടവകയിലും അതിതീവ്രമായി ബുദ്ധിമുട്ടുന്ന, പട്ടിണി കിടക്കുന്ന, കിടപ്പാടമില്ലാത്ത, മരുന്ന് വാങ്ങാൻ പണമില്ലാത്ത, ജോലിക്ക് പോകാൻ കഴിയാത്ത എത്രയോ മനുഷ്യർ. അതിൻ്റെ ഒരുത്തനാണ് ഞാനും. സഹായിക്കാൻ ആരും വന്നിട്ടില്ല. കട്ടുറുമ്പിനിടയിൽപ്പെട്ട ഞാഞ്ഞൂല് പോലെ മുന്നോട്ട് എന്തെന്ന് അറിയില്ല. ഒരു വീഡിയോ കോൾ ചെയ്താൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ദൈവമേ, അടുത്ത ജന്മമുണ്ടെങ്കിൽ എനിക്ക് ജനിക്കണ്ട കർത്താവേ. ഇനി അടുത്തൊരു ജന്മം എനിക്കുണ്ടെങ്കിൽ ജനിക്കണ്ട കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഒരു വീഡിയോ കോള് ചേട്ടാ ഒന്ന് ചെയ്തു നോക്കിയാൽ അറിയാം എൻ്റെ ദാരിദ്ര്യം എന്തെന്ന് അറിയാമെന്ന്. എൻ്റെ ദൈവമക്കളെ, ഞാനും നിങ്ങളും കണ്ണു തുറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എൻ്റെ ഇടവകയിൽപ്പെട്ട അനേകം മക്കളുണ്ട്. അവർക്കൊന്ന് സംസാരിക്കാൻ ഇല്ലേ? ഞാൻ പലപ്പോഴും പല പ്രസംഗത്തിലും പറയാറുണ്ട്, എന്തുകൊണ്ടാണ് ധ്യാന മന്ദിരങ്ങളിലേക്ക് ജനം അടിച്ചു കയറി പോകുന്നത്? എന്തുകൊണ്ടാണ് പോകുന്നത് ധ്യാന മന്ദിരത്തിലേക്ക്? അവിടെ ചെന്ന് കഴിഞ്ഞാൽ വചനം കേൾക്കാൻ അവർക്ക് സൗകര്യങ്ങളുണ്ട്. ഏകദിനം താമസിച്ചുള്ള ധ്യാനങ്ങളും ഉള്ള സൗകര്യങ്ങളുണ്ട്. അതിനപ്പുറമായി അവരെ കേൾക്കാൻ അവിടെ സ്പിരിച്വൽ ഷെയറിങ്ങിനായി ഒരുപാട് മക്കളെ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്നത്തെ ജനത്തിന്റെ പ്രത്യേകത, നിങ്ങൾ തന്നെ സാമ്പത്തികമായി സഹായിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ എന്നെ ഒന്ന് കേൾക്കോ, എന്നെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക, എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് തിരിച്ചറിയേ, എന്നിട്ട് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞുകൊണ്ട്. അതെ, 100 കണക്കിന് ധ്യാനമന്ത്രങ്ങൾ ഈ കൊച്ചു കേരളത്തിലുണ്ടെങ്കിൽ അവിടേക്ക് ജനം അത് എത്ര കിലോമീറ്റർ പോലും ഓടിച്ചെന്ന് അവിടെ ചെന്ന് പറഞ്ഞ, അച്ചോ, ബ്രദറെ, സിസ്റ്ററെ, എന്നെ ഒന്ന് കേൾക്ക്. എന്റെ ദൈവമക്കളെ, നമ്മുടെ ഈ കൊച്ചു ഇടവകയിലും നമ്മളാവുന്ന ഇടവകയിലും കേൾക്കാൻ ആളുണ്ടെങ്കിൽ, ശ്രദ്ധിക്കണേ, നമ്മുടെ ഇടവക ജനത്തിന് 100 കണക്കിനോ 1000 കണക്കിനോ എത്ര പേരായിക്കോട്ടെ, അവരെ ഒന്ന് കേൾക്കാൻ ആളുണ്ടെങ്കിൽ ഇന്ന് പല ആത്മഹത്യകളും ഇല്ലാതായി മാറും. അവരെ കേൾക്കാൻ നമ്മൾ സന്നദ്ധണെങ്കിൽ പലരും ഇന്ന് ലഹരി വിമുക്തമായി മാറുമെന്ന്. അവരെ ആരും ശ്രദ്ധിക്കാറില്ല. അവരെന്ത് ചെയ്യുന്നു? മദ്യത്തിന് അടിമയാവുന്നു.
അല്ലെങ്കിൽ MDMO അല്ലെങ്കിൽ രാസ ലഹരികൾക്കെല്ലാം അടിമയായി മാറുകയാണ്. അതിനുശേഷം നമ്മൾ പുറമേ നിന്ന് അവരെല്ലാം വിധിക്കുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്. അവരൊന്ന് കേട്ടിരുന്നെങ്കിൽ, അവരൊന്ന് സന്ദർശിച്ചിരുന്നെങ്കിൽ, എന്താ മോനെ, എന്താ നിനക്ക് പറ്റിയത്, എന്താ നീ ഇങ്ങനെ എന്ന് കേൾക്കാനും പറയാനും ഒക്കെ അവർക്ക് ആളുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ ഈ ലഹരിക്കോ മറ്റു ആത്മഹത്യക്കോ അവർ പോകില്ലായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കണം. ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മൾ പുറമേ നിന്നല്ല വീക്ഷിച്ചുകൊണ്ടിരിക്കുക, എന്താ അവന് പോയി അധ്വാനിച്ചുകൂടെ, അല്ലെങ്കിൽ അവൾക്ക് പോലെ അധ്വാനിച്ചുകൂടെ, ഞങ്ങളും പണിയെടുത്തവരനല്ലേ ഞങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാശ് മാത്രം മതിയോ? അവരുടെ പ്രശ്നങ്ങൾ എന്താ നമ്മൾ തിരിച്ചറിയണ്ടേ? എന്റെ ദൈവമക്കളെ, ഈ നോമ്പ് ആചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു കർത്താവിന്റെ രണ്ടാം വരവിന്റെ സമയം അടുത്തിരിക്കുകയാണ്. രണ്ടാം വരവിന്റെ ലക്ഷണങ്ങളാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചം മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാം വരവിന്റെ ലക്ഷണങ്ങളാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഭൂമികുലുകളായിരിക്കാം, അല്ലെങ്കിൽ കോവിഡ് പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ പലവിധ വരൾച്ചയായിരിക്കാം, എന്തോ ആയിക്കട്ടെ. ഈ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ മനസ്സിലാക്കിയിരുന്നോ, ദൈവം എനിക്ക് തന്ന അവസരം ഞാനത് തിരിച്ചറിഞ്ഞ് അത് ഞാൻ ഉപയോഗിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? ഇത് എന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഓടുമ്പോൾ എന്റെ കൺമുമ്പിലുള്ള ജനം നശിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത ജനമാണ് ഞാനും നിങ്ങളും. ദൈവത്തിന്റെ കുരിശുമരണത്തിന്റെ, നമ്മൾ കുരിശുമരണത്തെ കുറിച്ചുള്ള ധ്യാനിക്കുന്ന ഈ അമ്പോസാണ്. കുരിശിന്റെ വഴി നമ്മൾ ചെല്ലുന്നുണ്ടല്ലോ, അത് മലയാറ്റൂർക്കോ വാഗമണ്ണിലേക്കോ കുരിശുമലയിലേക്കോ നമ്മൾ പോകുന്നുണ്ടല്ലോ. നമ്മൾ ഒരുപാട് ഉപവാസം പ്രാർത്ഥനയൊക്കെ നമ്മൾ എടുക്കുന്നില്ലേ? ഈ കുരിശിലൂടെ എന്താ എനിക്കും നിങ്ങൾക്ക് ലഭിച്ചത്? ആ തിരുരക്തത്താൽ എന്റെ പാപം മോചിക്കപ്പെട്ട് എന്നെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് മാമോദീസായിലൂടെ സംസ്കരിക്കപ്പെട്ട് ഉത്ഥാനം ചെയ്ത് ഞാനൊരു പുതിയ മനുഷ്യനായി മാറിയിട്ടുണ്ടെങ്കിൽ എന്റെ കൺമുമ്പിൽ ഇങ്ങനെ ക്ലേശം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന രോഗികളായ വ്യക്തികളെ എനിക്കും നിങ്ങളും കാണാനും കേൾക്കാനും സാധിക്കുമ്പോൾ പലവിധ പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോയപ്പോഴേ ഒരു കുടുംബം വന്ന് പറഞ്ഞതാ എനിക്ക് പറയുന്നത്, അവർക്ക് പുറത്തേക്ക് പോകണം. അപ്പൊ ഏകദേശം 13-14 വയസ്സുള്ള പിള്ളേരാ വന്നിട്ടുള്ളത്. അപ്പൊ 13-14 വയസ്സുള്ള പിള്ളേരെന്ന് പറയാണ്, ഞങ്ങൾക്ക് പുറത്തു പോകാനാകും. മാതാപിതാക്കന്മാർ പറയാം ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ. ഞാൻ ചോദിച്ചു, മക്കളെ എന്താ പ്രോബ്ലം? നിങ്ങൾക്ക് അവരൊപ്പം അവിടെ പോയിക്കൂടെ? ഞങ്ങൾക്ക് പോകണ്ട ബ്രദറെ, അങ്കിളെന്താ വിളിക്കുന്നത്, പോകണ്ട. അപ്പൊ കുത്തി ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്, അവർക്ക് പ്രേമബന്ധത്തിൽ പെട്ടിയെടുക്കുന്നവര് 13-14 വയസ്സുള്ള പിള്ളേർ പ്രേമബന്ധത്തിൽ പെട്ടിയെടുക്കുകയാണ്. അത് അന്യജാതി, മതമൊന്നും ഞാൻ പറയുന്നില്ല, ഒരു അന്യജാതി ബന്ധത്തിൽ പെട്ടിയെടുക്കുകയാണ്. കാരണം പേരൻസ് പുറത്ത് കാശുണ്ടാക്കാൻ പോയിരിക്കുക. ഈ പിള്ളേരെ വേറൊരു ബന്ധുക്കളുടെ വീട്ടിലേക്ക് അവിടെ വെച്ചാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പിള്ളേർക്ക് നേരം പോകാൻ ഒരു മാർഗമില്ല. അവർക്ക് കൊടുത്ത് വില കൂടിയ മൊബൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ രാത്രിയിൽ മുഴുവൻ ചാറ്റ് ചെയ്ത് അവർക്ക് ആധാർ വിട്ടും ഒരെണ്ണല്ല 2 അവർക്ക് ഉള്ളത്. അതിപ്പോൾ ഒരെണ്ണം പോയാലും കുഴപ്പമില്ല, വേറെ അവനെ വിട്ടിട്ടൊന്നും ഞങ്ങൾക്ക് പോയി വിദേശത്തേക്ക് പോകാൻ താല്പര്യമില്ല ബ്രദറെ. 13-14 വയസ്സ്. നിങ്ങൾ ചിന്തിക്കാം, 13-14 വയസ്സുള്ള പിള്ളേരാ ഇന്ന് പല വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗർഭിണികളായി മാറുന്നു. ഈ തൃശ്ശൂരിലൊക്കെ 14 വയസ്സുള്ള ഒരുത്തിന് കുത്തിക്കൊന്നത് ഒരു പെൺകുട്ടീനെയായിട്ട് കൊണ്ടുനടക്കുന്ന സമയത്ത്. ഇന്നത്തെ ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇന്നത്തെ മക്കൾ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. വിദേശങ്ങളിലേക്ക് കാശിനാക്കാൻ വേണ്ടി മാതാക്കന്മാരെ പോവാ. ശരിയാ, കാശ് വേണമെന്നേ, ജീവിക്കണം. പക്ഷെ ഇന്ന് മക്കള് ഒരു ലേശം സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുക. അവർ സ്നേഹം ലഭിക്കാൻ വേണ്ടി അവർ അയൽപ്പക്കങ്ങളിലേക്കും സോഷ്യൽ മീഡിയയും തപ്പി പരുതുകൊണ്ടിരിക്കുക. എന്തെങ്കിലും എവിടെന്നെങ്കിലൊക്കെ കുറച്ച് സ്നേഹം കിട്ടുമോ നോക്കാൻ വേണ്ടി. അവസാനം സ്നേഹം കിട്ടാൻ വേണ്ടി സ്വന്തം ശരീരം വിട്ടുകൊടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പെങ്ങളമാരുടെ ബന്ധത്തിൽ പലപ്പോഴും അവര് ഗർഭിണിയായി മാറുക. ഇങ്ങനെ നഗ്നമായ സത്യങ്ങളൊക്കെ തിരിച്ചറിയണമെങ്കിൽ എന്റെയും നിങ്ങളുടെയും കുടുംബാംഗങ്ങള് അല്ലെങ്കിൽ അയൽവാസികള് അല്ലെങ്കിൽ ഇടവകയെ അവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. ഒരു കണ്ണ് എൻ്റെ വീട്ടിലുള്ള പോലെ തന്നെ മറ്റ് വീട്ടിലേക്കും എനിക്ക് കണ്ണു നോക്കാൻ എനിക്ക് സാധിക്കണം. അവിടെ എന്താ സംഭവിക്കുന്നത്? വെറുതെ നോക്കി കുറ്റമുതിക്കുകയല്ല മറിച്ച് അവരെ ഒരു കൈ ഒന്ന് സഹായിക്കാൻ വേണ്ടി. കാശ് മാത്രം പോരാ, മറിച്ച് മനസ്സ് വേണം. നമ്മുടെ കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടതല്ലേ,
കോവിഡ് കാലത്ത് ക്രിസ്ത്യാനികളായ നമ്മൾ പലപ്പോഴും എന്താ പറയാ, എല്ലാവരും വീട്ടിനുള്ളിൽ പേടിച്ചിരുന്നവരെ. എന്താ, പോലീസുകാർക്ക് പേടിയുണ്ടായിരുന്നില്ലേ? മെഡിക്കൽ ഫീൽഡിലെ ആൾക്കാർക്ക് പേടിയുണ്ടായിരുന്നില്ലേ? പക്ഷെ അവരൊന്നൊക്കെ ജനത സേവിക്കാൻ ഇറങ്ങിയപ്പോൾ പക്ഷെ ചില സംഘടനകളും ചില വ്യക്തികളും ധൈര്യത്തോടെ സേവനത്തോടെ പുറപ്പെട്ടു. നമ്മൾ ക്രിസ്ത്യാനികൾ എന്താ ചെയ്തതെന്നൊക്കെ അറിയാം. ഞാൻ ക്രിസ്ത്യാനികളെ മൊത്തം കുറ്റപ്പെടുത്തി പറയുകയല്ല പറയുന്നത്, എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു പോവാന്ന് പറയുന്നത്. ഇന്ന് പലപ്പോഴും പേടിച്ച് മറ്റുള്ളവരെ ഉപദേശിക്കാനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും മാത്രം ഇരുന്ന് വചനം കേട്ട പോലെ, വചനം എന്ന് പറഞ്ഞല്ല, ഈ വചനം എന്നിലേക്ക് വന്ന് നിറയുമ്പോൾ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. എന്തിനാ? പാവങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി, ദരിദ്രർക്ക് സുവിശേഷം കൊടുക്കാൻ വേണ്ടി, ബന്ധുതർക്ക് മോചനം ലഭിക്കാൻ വേണ്ടി. ഈ ഒരു അഭിഷേകം എന്നിലുണ്ടെങ്കിൽ ഈ എന്നിലുള്ള ഈ അഭിഷേകം എൻ്റെ ഇടവകളിലേക്ക് എല്ലാം വരുന്നണം. ഞമ്മ വൈദികനും സിസ്റ്റേഴ്സിനും മാത്രം ഫോക്കസ് ചെയ്ത് പറയല്ല, എനിക്കും എൻ്റെ ഇടവകി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ തുടർച്ചയായിട്ട് പറയാ, ആ മകന്റെ കമന്റ് ബോക്സ് പറഞ്ഞ വാക്കാ പറഞ്ഞേ. എന്നെ പറഞ്ഞത്, എൻ്റെ അടുത്തേക്ക് ഒരു മൊബൈൽ ഫോണിൽ ഒരു ക്യാമറ പതിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഒരുവൻ പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന്. അതെ, ഇതേപോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ തിരിഞ്ഞു നോക്കാതെ എൻ്റെ സ്വന്തം ഇടവകയിൽ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്താത്തുള്ള ഒരു നൊയമ്പ്, അവരെ കണ്ടെത്താത്തുള്ള ഒരു ഉപവാസം, അവരെ കണ്ടെത്താത്തുള്ള ഒരു വിശുദ്ധ ബലി, അത് വ്യർത്ഥമായി മാറും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മെ തന്നെ വിശുദ്ധീകരിക്കുക. ആ വിശുദ്ധീകരണത്തിലൂടെ എൻ്റെ ഇടവകയെ, എൻ്റെ രൂപതയെ, എൻ്റെ സഭയെ, എൻ്റെ അയൽവാസികളെ, ക്രിസ്ത്യാനികളെ മാത്രമല്ല കേട്ടോ, എൻ്റെ അയൽവാസികളായ എല്ലാവരെയും കാണാനുള്ള ഒരു കണ്ണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ. ഈ നോമ്പ് ശക്തിപ്പെടട്ടെ. ആമേൻ.